ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നവ്യ നേരെ പ്ലേറ്റ് അങ്ങ് മടക്കി അനാമികയുടെ മുന്നിൽ വെച്ച് അനാമികയുടെ മുഖത്ത് വെല്ലുവിളിച്ച് ഞാനാടി ഇത് ചെയ്തതെന്ന് പറഞ്ഞ് നമ്മുടെ നവ്യ ഉണ്ടല്ലോ, കൊടുക്കേണ്ട സമയം അപ്പോൾ കൃത്യമായ പണി കൊടുത്തു. അമ്മയും അച്ഛനും മോളും കൂടെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് അയ്യോ അവളുമാർ നിന്നെ കൃത്യമായി അളന്ന് തൂക്കി കുറിച്ച് വെച്ചിരിക്കുകയാണെന്നും നീ അവളുമാരെ സൂക്ഷിക്കണമെന്നുള്ള കാര്യങ്ങൾ അച്ഛന് മകളോട് പറഞ്ഞു കൊടുക്കുക. അവളെൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടാണ് ഇപ്പോൾ പ്ലേറ്റ് തിരിച്ചെന്ന് പറഞ്ഞ് അനാമിക ഇങ്ങനെ പറയുകയും ചെയ്തു കേട്ടോ. അതുകൊണ്ട് നമുക്ക് നന്നായി ശ്രദ്ധിച്ച് വേണം മുന്നോട്ട് പോകാൻ, അവളുമാരെ സൂക്ഷിക്കണം എന്നൊക്കെ പറയുന്നത് കേട്ടപ്പോൾ ശരിയാ മോളെന്ന് രേവതിയും. എങ്കിലും ഇപ്പം നമുക്ക് സംഭവിച്ചതിന് ഒരു തിരിച്ചടി കൊടുക്കണ്ടേ വേണുവേട്ടാ എന്ന് രേവതി ചോദിക്കുമ്പോൾ ഉറപ്പായിട്ടും കൊടുക്കണം. ഞാൻ കൊണ്ടുവന്ന പൊടി നമ്മളെ കൊണ്ട് തന്നെ കഴിപ്പിച്ച സ്ഥിതിക്ക് ഇനി കൊടും വിഷം വേണം അനിയത്തിക്കും ചേച്ചിക്കും കൊടുക്കാനെന്ന് വേണു ഭാര്യയോടും മകളോടും പറയണു. അയ്യോ എന്നും പറഞ്ഞ് നിൽക്കുക കേട്ടോ ഈ പറയുന്നത് നമ്മുടെ രേവതി. അപ്പോൾ ഇവിടെ പുറത്ത് ബാത്റൂം ഇവിടെ മോളെ, അതോ സൈഡിലുണ്ടെന്ന് മോള് പറയുമ്പോഴത്തേക്കും ഞാനേ പോയിട്ട് ഇപ്പോൾ വരാമെന്നും പറഞ്ഞുകൊണ്ട് അച്ഛൻ ബാത്റൂമിലേക്ക് ഒരൊറ്റ ഓട്ടം. ഇപ്പോഴും വയറ് ക്ലിയർ ആയിട്ടില്ല, എനിക്കും വയറ് വേദനിക്കുന്നു വേണുവേട്ടാ ഞാനും വരുന്നു എന്നും പറഞ്ഞുകൊണ്ട് രണ്ടെണ്ണങ്ങളും കൂടെ പുറത്തേക്ക് ഓടി, മകൾ അകത്തേക്ക് ഓടി. ഓട്ടം. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന മുത്തശ്ശനും മുത്തശ്ശിയോ കേട്ടോ. അപ്പോൾ ഞാൻ കൊച്ചിൻ്റെ കാര്യം ഞാൻ ആലോചിക്കുക. ഇവിടെ കയറി വന്നപ്പോൾ മുതൽ വീട്ടുജോലി മാത്രമല്ല ഡിസൈനൊക്കെ വരച്ച് നമ്മുടെ കമ്പനിക്ക് എത്രമാത്രം ലാഭമാണ് നയനമോളം ഉണ്ടാക്കി തന്നത്. എന്നിട്ട് അതിനൊരു സന്തോഷവും സമാധാനവും കൊടുത്തിട്ടില്ല എന്ന് മുത്തശ്ശി അവിടെ ഇരുന്ന് ഇങ്ങനെ പറയുന്നു. അപ്പോൾ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അമ്പലത്തിൽ പോയിട്ട് മക്കൾ രണ്ടുപേരും കൂടെ അച്ഛൻ്റെ അരികിലേക്ക് വരുന്നത് മാലയിടലും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് അങ്ങനെ വന്ന് അച്ഛൻ്റെ അമ്മയുടെ അനുഗ്രഹമൊക്കെ വാങ്ങിച്ചു. അപ്പോൾ അല്ല ആദർശ് എവിടെയാണെന്ന് ചോദിച്ചു. അവൻ മാല ഇട്ടിട്ട് നേരെ ഓഫീസിലേക്ക് പോയി എന്ന നേരം പറയുവാണ് നമ്മുടെ ജയൻ. ആ സമയത്ത് അവനെന്താ ഒറ്റയ്ക്ക് മാല ഇട്ടതെന്ന് ചോദിച്ചോ മുത്തശ്ശനെ. മാല ഇട്ടിട്ട് എനിക്കൊരു ഫോട്ടോ അയച്ച് തന്നിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അല്ലച്ചാ വളരെ സന്തോഷത്തോടെ അവൻ എല്ലാ വർഷവും മലയ്ക്ക് പോയിക്കൊണ്ടിരുന്നത്, പക്ഷേ ഇന്നത് അവൻ അടിച്ചേൽപ്പിച്ചതല്ലേ എന്ന് ചോദിച്ചു. സ്വന്തം വാശി തീർക്കാൻ ദൈവത്തെ മുന്നിൽ നിർത്തി കളിച്ചതാ, ആ കളി എവിടെ ചെന്ന് നിൽക്കുമെന്നൊന്നും പറയാൻ പറ്റില്ല എന്ന് മുത്തശ്ശൻ അന്നേരം ഒരു താക്കീതായിട്ട് പറഞ്ഞു. ബുദ്ധി വികസിക്കാത്ത നിന്റെ ഭാര്യയ്ക്ക് അതിതൊരു പിടി കിട്ടിയിട്ടില്ലെന്നും ജയനോട് പറയുമ്പം അത് തന്നെയാണ് ഞാനും അയാളോട് പറഞ്ഞതച്ചാ എന്ന് ജയനും പറഞ്ഞു കേട്ടോ. പിന്നെ ആദർശിനെ കൊണ്ടുപോയ സമയത്ത് തലചുറ്റലുണ്ടായി ദേവയാനിക്ക്, പ്രഷർ കുറഞ്ഞു പോയതാ. അപ്പോഴും ഞാൻ അവളെ ഓർമ്മിപ്പിച്ചു ചെയ്തതൊന്നും ശരിയായില്ല എന്ന്. മകനോട് ഈ ക്രൂരത ചെയ്ത സമയത്ത് അമ്പലനടയിൽ വെച്ച് തന്നെ ദേവയാനിക്ക് ആ ഒരു എന്താ പറയുന്നത് ഒരു ദുഃഖം അല്ലെങ്കിൽ ആ ഒരു അനർത്ഥം ഒക്കെ സംഭവിക്കുന്നു, ഒരു തിരിച്ചടിയൊക്കെ കിട്ടുവാണ്. ആ ദുരന്തം വന്നു എന്നുള്ള കാര്യം മകൻ അന്ന് അച്ഛനോട് പറയുക. അപ്പോൾ അങ്ങനെ അതും കേട്ട് ഇവരിങ്ങനെ ആകെ വല്ലാതിരിക്കുമ്പം നീ കുറച്ചുകൂടി കാര്യങ്ങൾ അവളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണമെന്നിങ്ങനെ അമ്മ പറയുമ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട പ്രായമാണ് അമ്മ ഇത്. എത്ര പറഞ്ഞാലും തലയെ കയറില്ലാന്ന് വെച്ചാൽ ഞാൻ എന്ത് ചെയ്യും? അച്ഛൻ പറഞ്ഞതാ സത്യം, വേണ്ട രീതിയിൽ ബുദ്ധി വികസിപ്പിച്ചിട്ടില്ല എന്നുള്ള കാര്യമൊക്കെ ഇവരിങ്ങനെ പറയുമ്പോൾ അതിൻ്റെ കൂടെ നല്ല അഹങ്കാരമുണ്ട് നിൻ്റെ ഭാര്യയ്ക്ക്. ഏതായാലും ഈ 41 ദിവസം ആദർശിൻ്റെയും നയനിയുടെയും ജീവിതത്തിൽ നല്ല ദിവസങ്ങൾ തന്നെ ആയിരിക്കണമെന്ന് മുത്തശ്ശൻ ഇവരോട് പറഞ്ഞു. അവൻ കഠിനവ്രതം തുടങ്ങിയതുകൊണ്ട് മല ചവിട്ടി കയറിയാൽ അതിൻ്റെ ഫലം അവന് കിട്ടാതിരിക്കില്ല, 100% ഉറപ്പാണെന്നൊക്കെ മുത്തശ്ശൻ ഇങ്ങനെ മക്കളോട് പറഞ്ഞു. സ്വത്ത് ഭാഗം വയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എല്ലാവരും ആഗ്രഹങ്ങൾ എഴുതിയിടാൻ പറഞ്ഞപ്പോൾ മറ്റു 2 കൊച്ചുമക്കളുടെ ഭാര്യമാർ സ്വത്തിൻ്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്തില്ല. എന്നാലേ നയനമോള് സ്വത്ത് ഇയാളും ഞാനും നിങ്ങളുമൊക്കെയാണ്, എവിടെ പോയാലും നമ്മൾ കൂടെ ഉണ്ടാകണം, അതുമാത്രമാണ് ആ കുട്ടി എഴുതിയിട്ടതെന്നുള്ള കാര്യം അന്നേരം നമ്മുടെ മുത്തശ്ശൻ ഇങ്ങനെ 2 മക്കളോടുമായിട്ട് പറയാം. നയനയെന്ന് പറയുന്ന ആ ഒരു എന്താ പറയുന്നത് ഒരു പുണ്യത്തെക്കുറിച്ചുള്ള ആ ഒരു പരമരഹസ്യം. അപ്പോൾ വീട്ടിൽ കിട്ടിയ മാണിക്യത്തിൻ്റെ മഹിമ ഇതുവരെ നിൻ്റെ ഭാര്യ തിരിച്ചറിഞ്ഞിട്ടില്ല എന്ന കാര്യം നേരത്തെ മുത്തശ്ശൻ ഇവരോട് ഇങ്ങനെ പറയുക. അത് അയാളുടെ വൻ പരാജയത്തിൽ കലാശിക്കും, പ്രത്യേകിച്ച് അവിടെ അപ്പോൾ അങ്ങനെ അതൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ചു. അപ്പോൾ പഴയതുപോലെ എനിക്ക് ആ ഒരു ആരോഗ്യ കാര്യങ്ങളൊന്നുമില്ല, പിന്നെ നീ വേണം കാര്യങ്ങളെല്ലാം അവളെ പറഞ്ഞു മനസ്സിലാക്കാനായിട്ടെന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശൻ ഇങ്ങനെ അവരെ ഉപദേശിക്കുക. അതും കഴിഞ്ഞ് മക്കളെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടു. മക്കളങ്ങ് പോയി കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന അനാമിക എന്ന് പറയണ മുതലിന്. അനാമിക മുതൽ അവിടെ അങ്ങനെ ഇരിക്കുക കേട്ടോ, കാലും കയറ്റി വയറിളകി പണ്ടാരടങ്ങി ഇരിക്കുകയാണല്ലോ. അപ്പോഴാണ് ഇത് അമ്പലത്തിൽ പോയിട്ട് അമ്മായിയമ്മയും വല്യമ്മയും കൂടെ വന്ന് മകൾക്ക് ചന്ദനക്കുറിയൊക്കെ തൊട്ട് കൊടുക്കുന്നത്. അപ്പോൾ അച്ഛനും അമ്മയും പറഞ്ഞു കാര്യങ്ങളൊക്കെ എന്ന് വന്ന് പറഞ്ഞു. മോൾക്ക് നല്ല തളർച്ചയുണ്ടല്ലേ, ആ തളർച്ച പായസം കുടിച്ച് വയറ് പോയതിൻ്റെ ആ ഒരു കേടൊന്നും അല്ല വല്യമ്മേ എന്നേനെ പറഞ്ഞപ്പോൾ ഇവളും ഇങ്ങനെ നോക്കുക. ഒരുത്തിനെ മുഖത്ത് നോക്കി പറഞ്ഞു അവളാ ഇത് ചെയ്തതെന്ന്. ആരാ മോളെ, ആരാ പറഞ്ഞത്? അവള് തന്നെ, ആ നവ്യ എന്ന് പറഞ്ഞ് അങ്ങനെ അനാമിക പറയുക ഇവരോട്. അവളാ
പായസത്തിൽ എന്തോ കലർത്തിയത്. അപ്പോഴേക്കും ഉണ്ടക്കണ്ണും തുറച്ച് ഇങ്ങനെ നോക്കി നിൽക്കുവാണ് ഈ ദേവയാനി. അപ്പോൾ ചെയ്തിട്ട് അവളത് വിളിച്ചു പറഞ്ഞല്ലേ എന്ന് ജാനകി. പറഞ്ഞു, സത്യമായിട്ടും പറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് ഇവള് എൻ്റെ അച്ഛനും അമ്മയും ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാനായിട്ടാണ് താഴെ ഇരിക്കുന്നത് എന്ന് പറഞ്ഞ് എന്നെ ഇവിടെ നിർത്തണോ അതോ കൊണ്ടുപോകണോ എന്നുള്ളൊരു സംശയത്തിൽ അവരെന്നൊക്കെ അനാമിക പറയുമ്പോൾ അമ്മായിമ്മമാർ രണ്ട് ഇങ്ങനെ നോക്കി നിൽക്കുക. ഞാൻ പോകുന്നില്ലെന്ന് പറഞ്ഞു, പക്ഷേ അവരാകെ വിഷമത്തിലാണ്. പായസം കുടിച്ച വേറെ ആർക്കും കുഴപ്പമൊന്നുമില്ലല്ലോ മോളെ, അപ്പം അവൾ മനഃപൂർവ്വം ചെയ്തതാണെന്ന് പറഞ്ഞില്ലേ അമ്മേ, അപ്പം ഞങ്ങൾക്ക് മാത്രമായിട്ട് കലർത്തി തന്നതായിരിക്കും ചേച്ചി അനിയത്തിയും കൂടി. അപ്പോൾ ഏട്ടത്തി മോള് വന്നതിൽ പിന്നെ മോളെ ഇവിടെ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി 2 എണ്ണം കൂടി ചെയ്യാൻ പാടില്ലാത്തതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. ഇന്ന് അനാമിക മോളുടെ അച്ഛനും കൂടി വന്ന ദിവസം ഇങ്ങനെയൊക്കെ ചെയ്തത് ഇവിടെ മോൾക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് അറിയിക്കാൻ വേണ്ടി തന്നെയാണ് എന്നാൽ ജാനകി പറയുമ്പോൾ അവൾ അത് പറഞ്ഞപ്പോൾ മോൾക്ക് അവളുടെ കവളത്തൊന്ന് കൊടുത്തുകൂടായിരുന്നു എന്ന് ദേവയാനി. ആകെ നിക്കക്കളി ഇല്ലാത്തൊരവസ്ഥയിലായിരുന്നു ഞാൻ. എന്ത് ചെയ്യണമെന്ന് പോലും എനിക്കറിയില്ല. നിൽക്കാനും വയ്യ, പോവാനും വയ്യ. ആ ഒരു അവസ്ഥയിലാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞ് അനാമിക പറയുമ്പം ജാനകി നിങ്ങൾ വന്നേ, നമുക്കേ അവളോട് കാര്യം ചോദിക്കണമെന്നും പറഞ്ഞിട്ട് തുള്ളി ഉറഞ്ഞ് ദേവയാനി അങ്ങ് പോകുമ്പോൾ എന്ന് പറഞ്ഞിട്ട് നിൽക്കുവാണ് അനാമിക മുതൽ. ഈ സമയത്ത് നമ്മുടെ നവ്യ റൂമിലിരിക്കുമ്പോൾ വാതിലും ഇടിച്ച് തുറന്നകത്തേക്ക് കയറി ചെന്നിട്ട് നവ്യ ഇട്ട് പേടിപ്പിക്കാൻ നോക്കുക. എടി അനാമിക മോളുടെ മുഖത്ത് നോക്കി നീയേ എല്ലാം ചെയ്തെന്ന് പറഞ്ഞിട്ട് നീ ഇപ്പം എന്താടി മാറ്റി പറയുന്നത്? അപ്പം ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, അവള് കള്ളം പറഞ്ഞതായിരിക്കും എന്ന് നവ്യ. അപ്പം ആരോടി കള്ളം പറഞ്ഞേ എന്ന് ചോദിച്ചുകൊണ്ട് അനാമിക, നീ എൻ്റെ മുഖത്ത് നോക്കിയല്ലേ പറഞ്ഞത് നീ ആ പായസത്തിൽ മായം കലർത്തിയതെന്ന്. അപ്പോഴത്തേക്കും അയ്യോ എപ്പോൾ പറഞ്ഞു, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടേ ഇല്ലെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നവ്യ അന്നേരം പറഞ്ഞു. അപ്പോഴേക്കും അമ്മായിമ്മമാരെ എന്നോട് അനാമിക മോളെ നോക്കുക, എൻ്റെ മുഖത്ത് നോക്കിയാ നീ അങ്ങനെ പറഞ്ഞതെന്ന് അനാമിക. എന്നിട്ട് അങ്ങനെ ചെയ്തതിന് കൊണ്ട് കേസ് കൊടുക്കാൻ നീ പറഞ്ഞില്ലേ, അപ്പം നീ വല്ല സ്വപ്നവും കണ്ടതായിരിക്കും അനാമികെ എന്ന് നവ്യ പറയുക കേട്ടോ. ഇനിയിപ്പോൾ അങ്ങനെ ആരെങ്കിലും ചെയ്തു തന്നെ ഇരിക്കട്ടെ, ആരെങ്കിലും അത് വിളിച്ചു പറയുമോ? അത്രയ്ക്ക് മന്ദബുദ്ധിയാണോ ഞാൻ? അപ്പം നീ ചെയ്യുകയും ചെയ്തു, അത് വിളിച്ചു പറയുകയും ചെയ്തു എന്ന് ജാനകി പറഞ്ഞപ്പോൾ ഒരിക്കലും ഇല്ല. ഇവൾ എന്നെയും നയനെയും ഈ വീട്ടിലുള്ളവർ വെറുക്കുന്നതിന് വേണ്ടി മനഃപൂർവ്വം ഓരോ കള്ളങ്ങൾ പറഞ്ഞുകൊണ്ട് വരുന്നതാണെന്ന് പറഞ്ഞപ്പോഴേക്കും അനാമിക നവ്യ തല്ലാനായിട്ട് കൈ ഒങ്ങി ചെന്നു. അനാവശ്യം പറയുന്നു പറഞ്ഞു. അപ്പോഴത്തേക്കും വിരളി ചൂണ്ടി തൊട്ടു പോകരുത് തന്നെ എന്നും പറഞ്ഞുകൊണ്ട് നവ്യ നല്ല പവർഫുള്ളായിട്ട് നിന്നില്ലേ. 2 തള്ളച്ചിമാരും ഞെട്ടി. ഞാൻ നിന്റെ ഏട്ടത്തിയാ, അല്ലാണ്ട് അനിയത്തിയല്ല, എൻ്റെ നേരെ നീ കൈ പൊക്കാനായിട്ടെന്ന് പറഞ്ഞു അനാമിക വിട്ടിട്ട് ചവിട്ടി അരച്ചു. അപ്പം നീ നിന്റെ അനിയത്തിയെ ഏട്ടത്തിയല്ല അനിയത്തിയല്ല, ഈ വീട്ടിലെ പുറമ്പോക്കുകളാണെന്ന് ദേവയാനി പറഞ്ഞപ്പം ഏതെങ്കിലും കോടതി പോയിട്ട് ഈ പറഞ്ഞ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ എന്ന് ദേവയാനിയോട് നവ്യ ചോദിച്ചു. അഭിയുടെ കുഞ്ഞ് തന്നെ എൻ്റെ വയറ്റിലുള്ളത്, അന്ന് അവൻ പോലും സമ്മതിക്കുന്നില്ലല്ലോ എന്ന് ജാനകി അന്നേരം പറഞ്ഞു കേട്ടോ. എവിടെയൊക്കെ തെണ്ടി തിരിഞ്ഞ് നടന്നവള് വീടിനകത്ത് കയറി വന്നിരിക്കുക എന്ന് പറഞ്ഞ് അനാമിക പറഞ്ഞപ്പോൾ അങ്ങനെ നടന്നതേ നീ ആയിരിക്കും എന്ന് നമ്മുടെ നവ്യ. അല്ല നിനക്കാണല്ലോ അമ്മായി സ്വർണം തന്നത്, എന്നിട്ടത് എവിടെ നീ പറയാൻ പറഞ്ഞു. അപ്പോഴേക്കും ഒന്നും മിണ്ടാനില്ല അനാമികയ്ക്ക്. നിന്റെ അച്ഛനും അമ്മയും ഇവിടെ വന്ന ദിവസമാണ് ആ സ്വർണ്ണമാല മോഷണം പോയിരിക്കുന്നതെന്നൊക്കെ നവ്യ പറഞ്ഞു കേട്ടോ. അപ്പോൾ ജാനകിയും ദേവയാനി ഇങ്ങനെ നോക്കി നിൽക്കുക. എന്നിട്ട് അതും എൻ്റെ വീട്ടുകാരുടെയും തലയിൽ കൊണ്ടുവന്ന് വെച്ചില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ എടി നീയൊക്കെ അത് ചെയ്യത്തുള്ളൂ എന്ന് ദേവയാനി പറഞ്ഞപ്പം കേസ് കൊടുത്തിട്ട് അമ്മായി തന്നെയല്ലേ അത് പിൻവലിച്ചത്? അല്ലെങ്കിൽ യഥാർത്ഥ പ്രതികളെ പിടിക്കായിരുന്നല്ലോ എന്ന് നവ്യ പറയുമ്പോൾ അവളുമാർക്ക് മിണ്ടാട്ടമില്ല. അങ്ങനെ കുടുങ്ങിയ അനന്തപുരി തറവാടിന്റെ അന്തസ് പോകുമെന്ന് കരുതിയ ഏട്ടത്തി ആ കേസ് പിൻവലിച്ചത് എന്ന് ജാനകി പറഞ്ഞപ്പോൾ അതെ, കേസ് മുന്നോട്ട് പോയിരുന്നെങ്കിൽ നീയോ നിന്റെ അനിയത്തിയോ നിന്റെ അച്ഛനോ അമ്മയോ ആയിരുന്നേനെ പ്രതികള്. എന്നിട്ട് അനിയത്തിയുടെ ഭർത്താവല്ലേ ഷോ നടത്തിയായിരുന്നല്ലോ, മാല കിട്ടിയെന്നൊക്കെ പറഞ്ഞ് വന്നിട്ട് കാണിച്ചത് വെള്ളിമാലയല്ലേ എന്ന് അനാമികയും. ആദർശേട്ടനെയും കൂടി വഴിതെറ്റിക്കുന്ന സ്വഭാവം വല്യമ്മ ഇവളുടെ അനുജത്തിയുടേതെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അനാമിക. അവളാ പായസം ഉണ്ടാക്കിയത്, അതിനകത്ത് മായം കലർത്തിയത് ഇവളും. ചെയ്യാത്ത കുറ്റം ഏൽക്കാനേ ഞാൻ തയ്യാറല്ല എന്ന് നവ്യ അന്നേരം മുഖത്ത് നോക്കി പറഞ്ഞു. ചിലപ്പോൾ നയനി ഉണ്ടാക്കിയ പായസം മോശമാണെന്ന് കാണിക്കാൻ വേണ്ടി ഇവള് ചിലപ്പോൾ അതിനകത്ത് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരിക്കും, അല്ലാതെ വേറൊന്നും അതിനകത്ത് സംഭവിക്കില്ല എന്നും നവ്യ പറഞ്ഞു. അവസാനം ദൈവം തന്നെ അവരെ കൊണ്ട് അത് കുടിപ്പിച്ചും കാണുമെന്ന് പറഞ്ഞു. എന്തെങ്കിലും പറയാനുണ്ടോ? ഇനി ഒരു അക്ഷരം നീ മിണ്ടരെന്ന് പറഞ്ഞ് നവ്യ ദേവയാനി പേടിപ്പിക്കുക. ഇവിടെ വന്ന ഗസ്റ്റുകളാണ് അനാമികകളുടെ അച്ഛനും അമ്മയും, അവരെപ്പോലും നീ ചീറ്റ് ചെയ്തിരിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ ഞാനല്ല ചീറ്റ് ചെയ്തത്, അത് എത്ര തവണ നിങ്ങളോട് പറഞ്ഞു എന്ന് ചോദിച്ചു നവ്യ. നീയൊക്കെ എത്ര പരിശ്രമിച്ചാലും എൻ്റെ മരുമകളെ ഇവിടുന്ന് പറിച്ചു നടാൻ പറ്റില്ല എന്ന് ജാനകി. അപ്പോഴേക്കും എന്താ ഇവിടെ എന്ന് ചോദിച്ചു ജയൻ വന്നു. മൃതം നോക്കുന്ന അയ്യപ്പന്മാരുള്ള വീടായത്, ഇവിടെ വഴക്കൊന്നും പാടില്ല എന്ന് പറഞ്ഞു ജയൻ. അനാമിക മോളുടെയും അച്ഛൻ്റെയും അമ്മയുടെയും കാര്യമൊക്കെ ഏട്ടൻ അറിഞ്ഞില്ലേ എന്ന് ചോദിച്ചപ്പം അവർ താഴെയുണ്ടല്ലോ, ഞാൻ സംസാരിച്ചിരുന്നു എന്ന് പറഞ്ഞു നേരത്തേക്ക് നമ്മുടെ ജയനെ. അതുപോലെ തന്നെ നയനമോൾ ഉണ്ടാക്കിയ പായസം അച്ഛനും അമ്മയും കുടിച്ചതാ, അവർക്കൊന്നും ഒരു കുഴപ്പവും ഇല്ലല്ലോ എന്ന് ജയനും പറഞ്ഞു. അപ്പോൾ ഇവളുമാർക്കും മിണ്ടാട്ടമില്ല. ഇപ്പം ഞങ്ങളും അത് കുടിച്ചല്ലോ, നല്ല ആസലായിട്ട് തന്നെയാണ് മോള് പായസം ഉണ്ടാക്കിയത്. എന്നും പറഞ്ഞുകൊണ്ട് അനാമിക അങ്ങനെ നിൽക്കുക. പിന്നെ ഇവർക്ക് മാത്രം എന്താ സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ലെന്ന് പറയുമ്പോൾ ഇവളാണ് പായസത്തിൽ മായം കലർത്തിയതെന്ന് മോളുടെ മുഖത്ത് നോക്കി പറഞ്ഞിട്ട് ഇപ്പം മാറ്റി പറയുകയാണെന്ന്
ആ ജയൻ വന്ന് പറയുമ്പോൾ ഞാൻ അങ്ങനെ ഒരു കാര്യം അറിഞ്ഞിട്ടേ ഇല്ല അമ്മാവാ എന്ന് നവ്യ പറഞ്ഞു. അല്ലെങ്കിലും ആരും അറിഞ്ഞുകൊണ്ട് അങ്ങനെയൊന്നും ചെയ്യാൻ ഒരു സാധ്യതയില്ലല്ലോ എന്ന് ജയൻ. പിന്നെ എങ്ങനെയാ പായസം കുടിച്ച 4 പേർക്ക് മാത്രമേ കുഴപ്പങ്ങളൊക്കെ ഉണ്ടായതെന്ന് ദേവയാനി ചോദിക്കുമ്പോൾ ഇനി അതിൻ്റെ പേരിൽ ആരും പരസ്പരം പഴിചാരണ്ട, വഴക്കും വേണ്ട, നിങ്ങൾ പോയെന്നും പറഞ്ഞുകൊണ്ട് ദേവയാനിയെയും അതുപോലെ തന്നെ ജാനകിയെയും അവിടുന്ന് ഇറക്കി വിടുവാണ് നമ്മുടെ ജയൻ. അങ്ങനെ 2 എണ്ണത്തിന് വയറ് നിറച്ചു കൊടുത്ത് അവിടുന്ന് അങ്ങ് ഇറക്കി വിട്ടു. അനാമികയും ഇറക്കി വിട്ടു. എന്തായാലും നവ്യ അനാമികയെ നോക്കി കണ്ടോടി എന്നുള്ളൊരു ചിരിയും ചിരിച്ച് അങ്ങനെ നിൽക്കുക. ഈ സമയത്ത് മോളെ പരമാവധി അടിയും വഴക്കൊക്കെ ഒഴിവാക്കാൻ നോക്കണം, വയസ്സായ 2 ആൾക്കാർ ഇവിടെ ഉണ്ടെന്ന് എല്ലാവർക്കും ഒരു ബോധം വേണം എന്ന് പറഞ്ഞ് അവിടുന്ന് ജയനും അങ്ങ് പോയി. നവ്യ അങ്ങനെ നല്ല ഗംഭീരമായിട്ട് ഇങ്ങനെ നിൽക്കുക. എൻ്റെയും നയനയുടെയും ജീവിതം തകർക്കാൻ നീ ഒരുമ്പിട്ട് ഇറങ്ങി, എന്തിനാ ഞാൻ തീർക്കുവടി എന്നും പറഞ്ഞു. അങ്ങനെ ആ ഒരു സംസാരവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആദർശ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക വണ്ടിയിൽ. അപ്പോഴത്തേക്ക് നയന വിളിച്ചപ്പോൾ ആദർശ് ഫോൺ എടുത്തു. ഇതെന്താ ആദർശേട്ടാ ഇങ്ങോട്ട് വരാത്തേ എന്ന് ചോദിച്ചു. മാല ഇട്ടിട്ടാണ് ഓരോരോ പ്രതിഷേധങ്ങൾ കാണിക്കുന്നതെന്ന് ചോദിച്ചപ്പം ഇത് അയ്യപ്പസ്വാമിയോടുള്ള പ്രതിഷേധമൊന്നുമല്ല, അമ്മയോടുള്ള ഒരു ചെറിയ പിണക്കമാണ് നമ്മുടെ ആദർശ് പറഞ്ഞു. ഇന്ന് മാല ഇടുന്ന സമയത്ത് ആദർശേട്ടൻ എല്ലാവർക്കും ഒപ്പം ചേർന്നില്ലല്ലോ, അപ്പം ഞാൻ കീഴ്ക്കാവിൽ നിന്ന് മാല ഇട്ടല്ലോ. ആ സമയത്ത് അമ്മയ്ക്ക് ചെറിയൊരു തളർച്ചയുണ്ടായി എന്ന് ആദർശ് പറഞ്ഞു. എന്നോടമ്മ ചോദിച്ചു നീ എന്നെ പ്രാഗിയോ എന്ന്. സത്യം പറഞ്ഞാലേ മനസ്സിനകത്ത് കടുത്ത അമർഷം ഉണ്ടായിരുന്നല്ലോ എന്നൊക്കെ ആദർശ് ഇങ്ങനെ പറയുക. ദൈവത്തിൻ്റെ മുന്നിൽ പോയി നിന്നിട്ട് ഞാൻ എന്തു വേണമെന്നാണ് ചോദിച്ചുകൊണ്ടിരുന്നത് എന്ന് ആദർശ് പറഞ്ഞ് ഇങ്ങനെ ഒരു കാലത്തും ഞാൻ മലയ്ക്ക് പോകാൻ മാല ഇട്ടിട്ടില്ലെന്നതിനെ. ഇനിയിപ്പോൾ അതേപ്പറ്റി ഒന്നും ചിന്തിക്കേണ്ട ആദർശേട്ടാ, വ്രതം നന്നായിട്ട് നോക്കണമെന്നും മലയ്ക്ക് പോകണമെന്നും നമ്മുടെ നയനെ പറഞ്ഞു കൊടുക്കുക. ആ സമയത്ത് ഒരു ദേഷ്യവും ആരോടും തോന്നാനും പാടില്ല, പ്രത്യേകിച്ച് അമ്മയോട്. എടി അമ്മമാരോട് അവരെ സ്നേഹിക്കുന്ന മക്കൾക്ക് ദേഷ്യമൊക്കെ ഉണ്ടാവില്ലേ? പിന്നെ ഇതൊരു നിരാശയാണ്, ഇതുവരെ ഉണ്ടാവാത്ത ഒരു നിരാശയാണ് എൻ്റെ ജീവിതത്തിൽ എന്നൊക്കെ ആദർശ് പറഞ്ഞു. നമ്മൾ മനസ്സിൽ ഒരു കാര്യം പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ അത് നടന്നില്ലെങ്കിൽ എല്ലാവർക്കും അത് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തന്നെയല്ലേ എന്ന് ചോദിച്ചു. അതൊരു വല്ലാത്ത വിഷമമായിട്ട് ഉള്ളിൽ കിടക്കില്ലേ എന്ന് ചോദിച്ചു. കുറച്ച് ദിവസം ക്ഷമിച്ചാൽ പോരെ ആദർശേട്ടാ, അത് കഴിയുമ്പോൾ എല്ലാം ഓക്കെ ആവില്ലേ, എല്ലാം ശരിയാവില്ലേ എന്ന് ചോദിക്കുമ്പോൾ ശരി ആയിക്കോട്ടെ, ഞാൻ എന്നാൽ പോയിട്ട് വരാം, ഞാൻ ഓഫീസിൽ പോവുകയാണെന്നും പറഞ്ഞ് ഫോണങ്ങ് കട്ട് ചെയ്തു. നയനിങ്ങനെ അവിടെ വിഷമിച്ച് നിൽക്കുക. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് കനകം അമ്പലത്തിൽ പോയിട്ട് വരുന്നത് നോക്കി നന്ദുവും അതുപോലെ തന്നെ ഗോവിന്ദേട്ടനും കൂടെ അവിടെ ഉമ്മറത്ത് വെയിറ്റ് ചെയ്യുക. അപ്പോൾ അവർ വെയിറ്റ് ചെയ്തിരിക്കുന്നു. പോയിട്ട് നയനിയോ ആദർശ് ആരെങ്കിലും വിളിച്ചോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല, ഞാനും അവരുടെ വിളി പ്രതീക്ഷിച്ചിരിക്കുക. ഇവിടുന്ന് അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു നിമിഷം പോലും ഇപ്പോൾ വേറെ ആരും ഓർക്കുന്ന ഒരു സിറ്റുവേഷൻ ഒന്നും അല്ലെന്നാണ് തോന്നണേ. 2 പേരും പാവം അത്രയ്ക്ക് സന്തോഷത്തിലായിരുന്നല്ലോ ചേച്ചി എന്നൊക്കെ ഇങ്ങനെ നന്ദു നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാട്ടോ കനകം അമ്പലത്തിൽ പോയിട്ട് അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ അമ്മയുടെ മുഖത്ത് ആകെ ഒരു നിരാശയും കാര്യങ്ങളും കണ്ട് നന്ദി ചോദിച്ചു, അമ്മയ്ക്ക് എന്താ പറ്റിയേ? പോയ അമ്മയല്ലല്ലോ തിരിച്ചു വന്നേ, അമ്മയുടെ മുഖത്ത് ആകെ ഒരു നിരാശയാണല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞ് ഇവരിങ്ങനെ കനകത്തിൻ്റെ അടുത്തേക്ക് ചെന്നു. അപ്പോൾ എന്തു പറ്റി കനകം എന്ന് ചോദിച്ചപ്പോൾ അത് പിന്നെ ഇന്ന് മണ്ഡലകാലം തുടങ്ങുകയല്ലേ, മലയ്ക്ക് പോകാനായിട്ട് ചിലരൊക്കെ മാല ഇടുന്നത് കണ്ടിട്ടാണ് വരുന്നത്, അപ്പോൾ അതിൽ സന്തോഷിക്കുകയല്ലേ വേണ്ടത് എന്ന് നമ്മുടെ ഗോവിന്ദേട്ടൻ ചോദിച്ചു. അത് സന്തോഷമുള്ളൊരു മാലയിടിയിൽ ആയിരുന്നില്ല ഗോവിന്ദേട്ട, ആദർശിൻ്റെ അനിയന്മാരും പിന്നെ അച്ഛനും ഇളയച്ഛനും ഒക്കെയാണ് മാല ഇട്ടതെന്നുള്ള കാര്യം പറഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോൾ അയ്യോ അപ്പോൾ അവർ ഹണിമൂൺ ട്രിപ്പിനൊന്നും പോയില്ലേ എന്ന് ചോദിച്ചു നന്ദു. ഇല്ല, പോയില്ല. പിന്നെ നടന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ കനക ഇവരോട് വിശദീകരിച്ചു പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഇവർക്ക് വിഷമമായി. ഇനിയിപ്പോൾ 41 ദിവസം കഴിഞ്ഞ് അവർക്ക് ഒരുമിച്ച് എവിടെയെങ്കിലും പോകാൻ പറ്റുമെന്നും പറഞ്ഞു കനക. ഇത് മനഃപൂർവ്വം അവർ ചതിച്ചതാണെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദു ഇങ്ങനെ പറഞ്ഞു. എന്നിട്ട് അമ്മ ചേച്ചിയെ വിളിച്ചോന്ന് ചോദിച്ചപ്പോൾ ഇത് കേട്ടപ്പോൾ എൻ്റെ മനസ്സ് തകർന്നു പോയി, പിന്നെ മോളെ വിളിക്കാനൊന്നും എനിക്ക് തോന്നിയില്ല, പാവം വിളിച്ചു കഴിഞ്ഞാൽ അവൾക്ക് സങ്കടമായിരിക്കുമെന്നും പറഞ്ഞുകൊണ്ട് പറഞ്ഞു അമ്മ. അപ്പോൾ മനഃപൂർവ്വം ആദർശിൻ്റെ അമ്മ അങ്ങനെ ചെയ്തതായിരിക്കും, അപ്പോൾ ആണെന്ന് ആദർശിൻ്റെ അച്ഛൻ പോലും പറയുന്നതെന്ന് പറഞ്ഞപ്പോൾ അല്ലെങ്കിൽ പിന്നെ ഇന്നത്തെ ദിവസം ആരെങ്കിലും വ്രതം പിടിക്കാനൊക്കെ പറയുമോ അമ്മേ എന്നും ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെടുക. അപ്പോൾ ഒരു തരത്തിൽ അവരെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ലെന്ന് വേണം പറയാനെന്ന് പറയുമ്പോൾ സാരമില്ല കനകെ, അവർ തമ്മിലിപ്പോൾ മനസ്സുകൊണ്ട് എടുത്തു കഴിഞ്ഞല്ലോ, പരസ്പരം സ്നേഹിക്കുന്നുണ്ടല്ലോ, പിന്നെ 41 ദിവസം എന്നൊക്കെ പറഞ്ഞ് പെട്ടെന്ന് അങ്ങ് പോകില്ലേ എന്ന് ചോദിച്ചു. ആദർശേട്ടൻ ഇപ്പോൾ പല കാര്യങ്ങളിലും ആദർശേട്ടൻ്റെ അമ്മയെ അവഗണിച്ച് ചേച്ചിയെ സ്നേഹിക്കുന്നുണ്ടെന്നാണ് ചേച്ചി പറഞ്ഞത്. അമ്മമാരെ മക്കൾ സ്നേഹിക്കുന്നുണ്ടെന്ന് കരുതി അതൊരു അവസരമായിട്ടെടുത്ത് അവരെ ജീവിക്കാൻ അനുവദിക്കാതിരിക്കുന്നത് ക്രൂരത തന്നെയാണെന്ന് നന്ദു ഇത് കേട്ട് പറഞ്ഞു. വിവാഹം കഴിഞ്ഞ നാൾ മുതൽ അവർ നയനയെ മരുമകളായിട്ട് കണ്ടിട്ടുമില്ല, അവളോട് ആ പരിഗണന കൊടുത്തിട്ടുമില്ല. ആ വെറുപ്പിനി മാറാൻ പ്രയാസമാണ് മോളെ എന്ന് ഗോവിന്ദേട്ടനും പറഞ്ഞു കേട്ടോ. അങ്ങനെ മാറണമെന്നുണ്ടെങ്കിൽ ഇനി അത്ഭുതങ്ങൾ സംഭവിക്കണമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ തന്നെയാണ് ഞാൻ അയ്യപ്പസ്വാമിയോട് പ്രാർത്ഥിച്ചതെന്ന് നേരം കനകം പറഞ്ഞു. 41 ദിവസം ഏതായാലും ആദർശമോൻ വ്രതം എടുക്കുകയാണല്ലോ, അത് കഴിഞ്ഞ് അത്ഭുതങ്ങൾ സംഭവിക്കണമെന്ന് ഞാൻ മനസ്സൊരുക്കി പ്രാർത്ഥിച്ചിട്ടുണ്ട്. എൻ്റെ നയനമോൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു എന്നും പറഞ്ഞ് കനകം ഇങ്ങനെ ഇവരോട് തൻ്റെ ഉള്ളിലെ സങ്കടങ്ങളൊക്കെ പറയുന്നു.
പിന്നെ ഞാനാണെങ്കിൽ അവർ യാത്ര പോകുന്നതിൽ അവർക്ക് നല്ലൊരിതുണ്ടാവണമെന്ന് പ്രാർത്ഥിക്കാൻ പോയതാ. ആ സമയത്ത് അമ്പലത്തിൽ ചെന്ന് ഞാൻ ആ കാഴ്ച കണ്ടത്, അവർ മാല ഇടുന്നു എന്നുള്ള സത്യം ഞാൻ അറിഞ്ഞത്. എന്തായാലും എല്ലാം ഇനി അയ്യപ്പസ്വാമി തന്നെ തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് കനകകത്തേക്ക് കയറിപ്പോയി. കനകകത്തേക്ക് കയറിപ്പോയി കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ നയനയാട്ടോ. നയന ഇങ്ങനെ ബെഡ്റൂമിൽ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ദേ വരുന്നു ആ ദേവയാനി പൂതന. എന്നിട്ട് കിടക്കയൊക്കെ വിരിക്കുന്നത് കൊള്ളാം, രാത്രിയിൽ ഇവിടെ കിടക്കണ്ട കേട്ടോ എന്ന് ദേവയാനി വന്ന് നയനയോട് ഒരു പറച്ചിൽ. നയന മൈൻഡ് ചെയ്യുന്നില്ല. ഞാനത് ആദർശനോടും പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. 41 ദിവസം കഴിയുന്നത് വരെ രണ്ടാളും 2 മുറിയിൽ കിടന്നാൽ മതിയെന്ന്. അപ്പം അതിനെന്താമേ, ഞാൻ മാറിക്കിടന്നോളാം. കിടക്കുന്നതൊക്കെ കൊള്ളാം, രാത്രിയിൽ എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോൾ അവനെ കാണാനൊന്നും ശ്രമിക്കരുതെന്നും പറഞ്ഞുകൊണ്ട് നയനയെ മോശമാക്കി സംസാരിക്കുക. അവനൊരു സ്വാമിയാണെന്ന് പറയുമ്പം ആ ബോധം അമ്മയെപ്പോലെ തന്നെ എനിക്കുമില്ല എന്ന് ചോദിച്ചു. അപ്പം ആർക്കറിയാവുണ്ടോ എന്ന്. ഇപ്പം തന്നെ അവനെ കൊണ്ട് വ്രതം എടുപ്പിച്ചതിന് പിന്നിൽ ഇവിടെ പലരും എന്നെ വിമർശിച്ചുകൊണ്ടിരിക്കാം. നിന്റെ ഹണിമൂൺ ട്രിപ്പ് ഞാൻ മനഃപൂർവ്വം മുടക്കിയതാണെന്നും പറഞ്ഞ്. എനിക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് ദേവയാനി പറയുമ്പം നല്ലൊരു കാര്യമാണ് ആദർശേട്ടൻ ചെയ്യുന്നത് എന്നുള്ളൊരു ബോധം എനിക്കുണ്ട്, അതുകൊണ്ട് എനിക്കൊരു പരാതിയില്ലെന്ന് നയന പറഞ്ഞു. അപ്പം നീ പരാതി പറഞ്ഞാലും ശരി, അവൻ 41 ദിവസം വ്രതമെടുത്ത് ഈ വീട്ടിലെ ആണുങ്ങൾക്കൊപ്പം മല ചവിട്ടിയിരിക്കുമെന്ന് ദേവയാനി പറഞ്ഞപ്പോൾ ആയിക്കോട്ടെ അമ്മയെന്ന് പറഞ്ഞു. എന്നാൽ നീ മുറിവിട്ട് പുറത്തു പോ എന്നും പറഞ്ഞ് ദേവയാനി വലിയ ആള് കളിച്ചിട്ട് നിൽക്കോ. അതെ, സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ഒരു അമ്പലമുണ്ട്, അതറിയാവോ നിനക്ക്? എനിക്കറിയാം, ആറ്റുകാൽ ദേവി ക്ഷേത്രമല്ലേ. നീ അവിടെ പൊങ്കാല ഇട്ടിട്ടുണ്ടോ? ആ, എല്ലാ വർഷവും ഞാൻ ഇടാറുണ്ട്. എത്ര ദിവസം വ്രതം എടുക്കും? അത് പിന്നെ 10 ദിവസമൊക്കെ വ്രതം എടുക്കാറുണ്ട്. എന്താമ്മേ, എന്താ കാര്യം? അതില്ല, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ എന്നാ നേരത്തേക്കും ദേവയാനി. ഏതായാലും പൊങ്കാല വരുന്നതല്ലേ ഉള്ളൂ. ശരി ശരി പോയിക്കോ എന്നും പറഞ്ഞിട്ട് നയനി അവിടുന്ന് പറഞ്ഞു വിട്ടിട്ട് ദേവയാനിക്ക് ഇങ്ങനെ അവിടെ നിൽക്കും. അപ്പോഴേക്കും വീണ്ടും ദേവയാനിക്ക് തലകറക്കം. ദേവയാനി അവിടെ നിന്ന് തല കറങ്ങുന്ന പോലെ ഇങ്ങനെ നിന്ന് കാണിക്കും ആദർശിൻ്റെ മുറിയിൽ നിന്ന്. ഏതായാലും തമ്പുരാനോട് കളിച്ച തമ്പുരാൻ വെറുതെ വിടുവോ? വീടില്ല. ഏതായാലും ദേവയാനിക്കുള്ളത് അവിടുന്ന് തുടങ്ങിക്കഴിഞ്ഞു. അയ്യപ്പസ്വാമി തന്നെ അതിനുള്ള തിരിച്ചടി നമ്മുടെ ദേവയാനിക്ക് കൊടുത്തും തുടങ്ങി. അതും കഴിഞ്ഞ് നയനതേ അടുക്കളയിൽ പാചകം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോഴത്തേക്കും ദേ വരുന്നു അമ്മയും, അതായത് ചെറിയമ്മയും രേവതിയും കൂടി തുള്ളി ചാടിക്കൊണ്ട് വരുക. അങ്ങനെ വന്ന് ഇതിനെ തന്നെ തുറച്ച് നോക്കിക്കൊണ്ട് നിൽക്കും. അവൾ പാചകം ഉണ്ടാക്കുക എന്നും പറഞ്ഞു. കയറി ചെന്നിട്ട് എന്താ നീ ഉണ്ടാക്കുന്നേ എന്ന് ചോദിച്ചപ്പം അസ്ത്രമാണെന്ന് പറഞ്ഞു. ഇവിടുത്തെ ആൾക്കാർക്കെതിരെ പ്രയോഗിക്കാതിരുന്നാൽ മതി എന്ന് രേവതി പറയുമ്പോൾ ജാനകിയും അതെ അതെ നേരത്തെ അങ്ങനെ ചെയ്തത് കൊണ്ടാണ് അനാമികമ്മയുടെ അച്ഛനും അമ്മയൊക്കെ ഇവിടെ കിടന്ന് ഓടിയത് എന്ന് ജാനകി പറയുമ്പം അതിൽ ഞാൻ പ്രതിയല്ലെന്ന് പറഞ്ഞില്ലേ എന്ന് നയന അന്നേരം ചോദിച്ചു. ഇവിടെ ബാക്കി എല്ലാവരും പായസം കുടിച്ചല്ലോ, എന്നിട്ട് അവർക്കാർക്കും യാതൊരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ. കുഴപ്പമുണ്ടാകണമെന്ന് നീ ആഗ്രഹിച്ചവർക്ക് മാത്രമല്ലേ കുഴപ്പമുണ്ടായുള്ളൂ എന്ന് രേവതി ചോദിക്കുമ്പോൾ ഒരാളെ കുറ്റപ്പെടുത്തുമ്പോൾ അതിന് വ്യക്തമായ തെളിവ് വേണമെന്ന് നമ്മുടെ നയന പറഞ്ഞു. അല്ലാതെ സംശയം ഉള്ളിൽ വെച്ചുകൊണ്ട് സംസാരിക്കരുതെന്ന് പറഞ്ഞു. അപ്പം നീ കൂടുതലൊന്നും പറയണ്ട, അനാമിക മോളെ ഈ വീട്ടിൽ നിന്ന് ഓടിക്കണം. അതിനു വേണ്ടിയിട്ട് മോളുടെയും മോളുടെ അച്ഛൻ്റെയും അമ്മയുടെയും മനസ്സിനെ മടുപ്പ് തോന്നിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പം നീ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ജാനകി പറഞ്ഞപ്പോൾ നല്ലൊരു ദിവസമായിട്ട് എനിക്കിതിനൊരു മറുപടി പറയേണ്ട ആവശ്യമൊന്നുമില്ല. അയ്യപ്പന്മാരെല്ലാവരും ഇപ്പോൾ കഞ്ഞി കുടിക്കാൻ വരും, ഞാനിതൊന്നും ഉണ്ടാക്കിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നയന ചെയ്യുമ്പോൾ കേട്ടോ ജാനകി ചേച്ചി, ഇവളുണ്ടാക്കുന്നതെല്ലാം ആദ്യം ഇവളെ കൊണ്ട് തന്നെ ടേസ്റ്റ് ചെയ്യിപ്പിക്കണമെന്ന് രേവതി പറയാം. എന്നിട്ടേ മറ്റുള്ളവർ കഴിക്കാവൂ. ഞാൻ ഉണ്ടാക്കുന്നത് കഴിക്കണമെന്ന് ആഗ്രഹമുള്ളവർ മാത്രം കഴിച്ചാൽ മതി, അല്ലാത്തവരെ കഴിക്കണ്ട, എനിക്ക് ഒരു നിർബന്ധവും ഇല്ല. അതും പറഞ്ഞ് അടുക്കളയിൽ പാചകം ചെയ്യുന്നവരെ വിശ്വാസമില്ലെങ്കിലേ അവരങ്ങനെ എന്തെങ്കിലുമൊക്കെ പാകപ്പെടുത്തി അങ്ങ് കഴിച്ചോളണം എന്താന്ന് ചോദിച്ചു. അപ്പം നീ കൂടുതൽ സംസാരിക്കേണ്ട, അടുക്കളക്കാരി ആ സ്ഥാനത്ത് നിന്നാൽ മതിയെന്ന് ജാനകി. അപ്പം നയനെ ഇങ്ങനെ ഇവിടെ തുറച്ച് നോക്കുക. അതും പറഞ്ഞ് ജാനകി അവിടെ നിന്ന് പോകുമ്പോൾ ഹണിമൂൺ ട്രിപ്പ് മുടങ്ങിയതിൻ്റെ ദേഷ്യം വെളുക്കുന്ന രേവതി. അപ്പം അതിലെനിക്ക് ദേഷ്യമൊന്നുമില്ല, ചെറിയൊരു നിരാശ ഉണ്ടായിരുന്നു, അതിപ്പോൾ എന്തായാലും മാറി കിട്ടിയിട്ടുണ്ടെന്ന് നമ്മുടെ നയന പറഞ്ഞു. രേവതി പറഞ്ഞതുപോലെ എല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് എല്ലാവർക്കും കൊടുത്താൽ മതിയെന്ന് ജാനകി പറഞ്ഞപ്പോൾ ഞാനുണ്ടാക്കിയ കറികളൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയാം, അതിന് പ്രത്യേകിച്ച് ആരും ടേസ്റ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, എല്ലാം പാകത്തിന് തന്നെ ഉണ്ടാവുമെന്ന് നമ്മുടെ നയനയും പറഞ്ഞു. അതും പറഞ്ഞ് അവളുമാർ രണ്ടുപേരും കൂടെ അവിടെ നിന്ന് നാണം കെട്ട് അങ്ങ് പോകുക. അങ്ങനെ അവളുമാർ രണ്ടും കൂടെ അപ്പുറം പോയി മാറി നിന്നിട്ട് നയനെ ഇങ്ങനെ മാറി നിന്ന് നോക്കുക കേട്ടോ. രേവതി വിഷമിക്കൊന്നും വേണ്ട, ദേ ഏട്ടത്തി തന്നെ അവളെ പുറത്ത് ചാടിച്ചോളും എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഈ ജാനകി പറയുന്നത് നമ്മുടെ നയന കേട്ട് തിരിഞ്ഞിങ്ങനെ നോക്കി നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു കേട്ടോ. എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. നന്ദി.